കണ്ണു ചിമ്മി തുറന്ന് അച്ചു ഒന്ന് ചുറ്റിലും നോക്കി. അവന് നല്ല തലവേദന തോന്നി. തലയിൽ പിടിച്ചുകൊണ്ട് അവൻ ചുറ്റിലും നോക്കി. അപ്പോഴാണ് അവന് ലേയുടെ ഫ്ലാറ്റിലാണെന്ന് മനസ്സിലായത്. അവൻ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. മുന്നിൽ ആശങ്കയോടെ അവനെ നോക്കിയിരിക്കുന്ന ലയയെ കണ്ട് അവൻ നോക്കി. ഓ ഗോഡ്, അശ്വ, നീ എഴുന്നേറ്റോ? ലയ അവനെ നോക്കി നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. ലയ, എനിക്കെന്താ പറ്റിയത്? ഞാൻ എങ്ങനെ ബോധം കിട്ടുറങ്ങി? ഈശ്വര, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം! അവൻ ആദിയോടെ പറഞ്ഞുകൊണ്ട് നോക്കിയതും ക്ലോക്കിലെ സമയം കണ്ട് വിളറി വെളുത്തു. 3 മണിയോ? ദൈവമേ! അവൻ തലയിൽ കൈവച്ച് സോഫയിൽ തന്നെ തകർന്നിരുന്നു. ലയ കുടിലതയോടെ അവനെ നോക്കി പുച്ഛിച്ചു. അവൾ അവൻ്റെ ചുമയിൽ കൈവച്ച് അവനെ നോക്കി. പെട്ടെന്ന് നീ തല കറങ്ങി വീഴുമായിരുന്നു അശ്വ. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അപ്പോഴേക്കും പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങി. ലയ കണ്ണുകൾ ചുരുക്കി അങ്ങോട്ട് നോക്കി. പിന്നെ പോയി ഡോറ് തുറന്നു. മുന്നിൽ സംഹാരരുദ്രയായി നിൽക്കുന്ന സാരംഗിയെ കണ്ട് അവൾ ആദ്യമൊന്ന് പകച്ചെങ്കിലും ഉള്ളിൽ അവളുടെ പ്ലാനുകൾ പൂർത്തിയായതിൻ്റെ സന്തോഷമായിരുന്നു. അവളെ തള്ളിമാറ്റി സാരംഗി അകത്തേക്ക് വന്നു. മനുവും അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അകത്തേക്ക് വന്നു. അച്ചു അവളെ കണ്ടെഴുന്നേറ്റതും സാരംഗിയുടെ കൈകൾ അവൻ്റെ കവിളിൽ പതിഞ്ഞു. പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്തപ്പോൾ മനു ഞെട്ടി അവളെ നോക്കി. തല കറങ്ങിയിരുന്ന അച്ചു പിന്നെയും സോഫയിലേക്ക് ഇരുന്നു പോയി. ലയ അറിയാതെ തന്നെ അവളുടെ കവിളുകൾ പൊത്തിപ്പിടിച്ചു. അച്ചു അവളെ പകച്ചു നോക്കി. അവളുടെ മുഖഭാവം കണ്ട് അവനും നമ്പരുന്നു. വിവാഹത്തിനെത്താത്ത ദേഷ്യമായിരിക്കും എന്നാണ് അവൾ വിചാരിച്ചത്. അമ്മു, അവൻ എന്തോ പറയാനാഞ്ഞതും അവൾ കൈകൾ കൊണ്ട് അവനെ തടഞ്ഞു. ഇതായിരുന്നു നിങ്ങളുടെ അത്യാവശ്യം? പറയൂ, ഇവിടെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ വരും മുന്നേ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധ്യമായി. ദുഷ്ടനാ താൻ. താൻ കാരണം എത്ര പേരുടെ ജീവിതമാണോ തകർന്നത്? എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഞാൻ ചങ്കു പറിച്ച് സ്നേഹിച്ചതിനാണോ? ആണോ? ഏതോ പെണ്ണ് എന്നെ ഞാൻ ഇതുവരെ കരുതിയുള്ളൂ, ചതിച്ചു എന്നേ വിചാരിച്ചോളൂ. പക്ഷെ ഇവളുടെ അടുത്ത് വന്ന് തനിക്ക്. സാരംഗിയെ അറപ്പോടെ മുഖം തിരിച്ചു. അച്ചു ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. അമ്മു, എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത്? ഞാൻ എന്ത് കാണിച്ചെന്നാ? ലയെ അപകടത്തിൽപ്പെട്ടപ്പോൾ ഞാൻ സഹായിക്കാൻ വന്നതാ, അല്ലാതെ. അമ്മു അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. നിർത്ത്, നിങ്ങളുടെ കുമ്പസാരവിനെ എനിക്ക് കേൾക്കണ്ട. ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇവളുടെ പൊട്ടെങ്ങനെ നിങ്ങളുടെ കവിളിൽ വന്നു? കഴുത്തിലെങ്ങനെ ലിപ്സ്റ്റിക്ക് വന്നു? സാരംഗി നിന്ന് വിറയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് മനു പോലും അത് കാണുന്നത്. അവൻ്റെ കവിളിന് താഴെ ഒരു കറുത്ത പൊട്ടും അഴിഞ്ഞുലഞ്ഞ ഷർട്ടിൻ്റെ കോളറിനിടയിലൂടെ അവളുടെ ചുണ്ടിൻ്റെ അടയാളവും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അച്ചു എന്തു പറഞ്ഞാലും സാരംഗി അത് വിശ്വസിക്കില്ലെന്ന് മനു മനസ്സിലാക്കി. ഓഡിറ്റോറിയത്തിലെ TV-യിൽ കാണിച്ച വീഡിയോയിൽ പെണ്ണിൻ്റെ മുഖം വ്യക്തമല്ലായിരുന്നു. അച്ചുവിൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയായിരുന്നു അവളുടെ കിടത്തം. ലോകത്ത് ഒരു പെണ്ണും സഹിക്കാനാവാത്ത കാര്യം കണ്ടിട്ടും അവനെ കാണുന്നതുവരെ അച്ചുവിനെ വിശ്വാസമായിരുന്നു അവൾക്ക്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നത് പോലെ തോന്നി അവന്. ഇനുഫമു, വൃത്തികേട് വിളിച്ചു പറയരുത്. നിനക്കെന്താ ഭ്രാന്തായോ? സമാധാനം തെറ്റിയോ നിന്റെ? അച്ചുവിന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അശ്വ, സോറി. ഞാൻ നിന്നെ പെട്ടെന്ന് താങ്ങിപ്പിടിച്ചപ്പോൾ ബാലൻസ് തെറ്റി ഞാൻ നിന്നിലേക്ക് ചാഞ്ഞപ്പോൾ ആയതാ, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല അശ്വ. നീ ഇപ്പോഴല്ലേ ഇവിടുന്ന് എഴുന്നേറ്റത്? എന്തെങ്കിലും തെറ്റായി നിനക്ക് ഫീൽ ചെയ്തോ? ലയ മുഖമമർത്തി കരയാൻ തുടങ്ങി. അച്ചു വല്ലാതായി അവളെ നോക്കി. പിന്നെ ദേഷ്യത്തോടെ സാരംഗിയെയും. അമ്മു, നിന്റെ വാശിയും ദേഷ്യവും പൊസസീവ്നെസ്സും ഒക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ ആസ്വദിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് അല്പം കടന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ലയ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അവൾ എന്തിനിങ്ങനെ ബിഹേവ് ചെയ്യണം? ഞാൻ ഉണരുന്നവരെ എനിക്ക് കാവലിരുന്നവൾ അവൾ. ഓഹോ, ഇന്നലെ കണ്ട ഇവളെ നിങ്ങൾക്കങ്ങ് ഭയങ്കര വിശ്വാസം. ഇത്രയും നാളും പ്രാണൻ പകുത്തു പ്രണയിച്ചവൾ പറയുന്നത് അനാവശ്യം. ആയിക്കോട്ടെ, ബോധ്യമായി എല്ലാം നേരിട്ട് കണ്ട് ബോധിച്ചു ഞാൻ. ഇവളുടെ പൊട്ടിയ ചുണ്ടും കഴുത്തിലെ ഹിക്കിയും എല്ലാം കള്ളമാണല്ലേ? നിങ്ങൾ തമ്മിൽ ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ? അവൾ ബാക്കി പറയും മുൻപേ അച്ചു അവളെ തല്ലിയിരുന്നു. മനു പോലും പകച്ചുപോയി. ആദ്യമായി അച്ചു അവൻ്റെ അമ്മുവിനെ തല്ലിയിരിക്കുന്നു. ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിക്കുന്ന ലയയെ കൂടി കണ്ടതോടെ മനുവിന് ഏകദേശം മനസ്സിലായിരുന്നു എല്ലാം. സാരംഗി കവിളിൽ കൈവച്ച് വേദനയോടെ അവനെ നോക്കി. അച്ചുവും അവളെ വേദനയോടെ നോക്കി. എങ്കിലും അവൾ പറഞ്ഞ വാക്കുകൾ കേട്ട് അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. നീ കണ്ടതും കേട്ടതും എല്ലാം സത്യമാണ്. ഞാനിവിടെ വന്നത് ലയ വിളിച്ചിട്ട് തന്നെയാ, ഒരു ഡേ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, എൻ്റെ ഫിസിക്കലി ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി. അതിൻ്റെ അടയാളങ്ങളാണ് നീ കണ്ടത്. മതിയോ നിനക്ക്? ഇനിയും എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ഇല്ലെങ്കിൽ ഞാൻ വലുതും ചെയ്തു പോവും. അച്ചു കണ്ണുകൾ മുറുക്കി അടച്ച് അവളോട് അലറി.
അമ്മു എല്ലാ അർത്ഥത്തിലും തകർന്നിരുന്നു. അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞ് മുള്ളുകളായി തറഞ്ഞു കയറി ചോര കിനിച്ചിരുന്നു. അവൾ വേച്ച് പിന്നിലേക്ക് വീഴാനാഞ്ഞതും മനു അവളെ താങ്ങിപ്പിടിച്ചു. അവൾ അവനെ നോക്കി, പിന്നെ ശ്വാസം ആഞ്ഞുവിട്ട് അച്ചുവിനെ നോക്കി. തൃപ്തിയായി ചേട്ടാ, നിങ്ങളെ ആത്മാർത്ഥമായി പ്രണയിച്ചതിനുള്ള കൂലി നിങ്ങളെനിക്ക് തന്നു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും താങ്ങാൻ എൻ്റെ ഹൃദയത്തിന് ശേഷിയില്ല. പാതി ചത്തു നിന്ന് എന്നെ നിങ്ങൾ മുഴുവനായി കൊന്നു കളഞ്ഞു. എന്നെ തോൽപ്പിച്ചു. നിങ്ങൾ മരിച്ചു. അമ്മുവും അവളുടെ അച്ചേട്ടനും അവരുടെ പ്രണയവും. ഇവിടെ വെച്ച് നിങ്ങളതിന് കല്ലറ കെട്ടി. ഇന്നു മുതൽ നിങ്ങൾ എനിക്ക് അച്ചേട്ടനല്ല, എൻ്റെ പ്രണയവുമല്ല, പ്രാണനുമല്ല. ഹൃദയത്തിൽ നിറച്ച പ്രണയത്തിനു പകരം സാരംഗി അവിടെ അശ്വന്ത് ചന്ദ്രമോഹനോടുള്ള വെറുപ്പ് നിറയ്ക്കുക. ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല. എല്ലാം എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക ഞാൻ. ഇനി ഒരിക്കലും അമ്മുവിനെ തിരക്കി നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നു പോകരുത്. അത്രയും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് നടക്കാനാഞ്ഞതും അവൾ ലേയുടെ അടുത്തേക്ക് വന്നു. അവസാനം നീ തന്നെ ജയിച്ചു. അതുകൊണ്ട് എൻ്റെ വക ഒരു പ്രോത്സാഹന സമ്മാനം വേണ്ടേ നിനക്ക്? അവൾ ലേയുടെ കവിളിൽ ആഞ്ഞടിച്ചു. ലേയ കവിളിൽ കൈവച്ച് പകയോടെ അവനെ നോക്കി. പക്ഷേ അച്ചു അപ്പോഴും അവൾ പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു. വിരോധമില്ലെങ്കിൽ നിങ്ങളെയും കാത്ത് മരണത്തിൻ്റെ പടിവാതിൽക്കൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹോസ്പിറ്റലിൽ. അത് നിങ്ങളെ ഒന്ന് അറിയിക്കാനായിരുന്നു ഞങ്ങൾ വന്നത്. മനു അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സാരംഗിയുടെ പിന്നാലെ പോയി. അച്ചു ഞെട്ടിത്തരിച്ചു നിന്നു. ബെഡിൽ കല്യാണവേഷത്തിൽ തളർന്നു കിടക്കുന്ന തച്ചുവിനെ നോക്കിയിരിക്കുകയായിരുന്നു ശ്രീറാം. പാവം, തൻ്റെ അനിയൻ കാരണം എന്തുമാത്രം അനുഭവിച്ചുവൾ. ശ്രീറാം അവളെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു. ഭിത്തിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാരംഗി വായിൽ സാരിത്തുമ്പ് കടിച്ചു പിടിച്ച് കരഞ്ഞു. ഐസുവിനു മുന്നിൽ ഓടിത്തളർന്നെത്തിയ അച്ചു മനുവിനെ കണ്ട് സംസാരിക്കാനാഞ്ഞതും ഒന്നും മിണ്ടാതെ മനു മുഖം തിരിച്ചു. ഒരുപാട് വയറുകൾക്കിടയിൽ ഓക്സിജൻ മാസ്കും വെച്ച് തളർന്നു കിടക്കുന്ന വിശ്വനാഥനെ നോക്കി അവൻ തളർന്നു നിന്നുപോയി. വിശ്വനാഥൻ പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അച്ചു, നീ വന്നോ? ഞാൻ പോയാലും എൻ്റെ മക്കളെ നീ നോക്കണം. എനിക്കറിയാം നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അദ്ദേഹം അവൻ്റെ കൈകളിൽ പിടിക്കാനാഞ്ഞതും അവൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. അതൊരു വാഗ്ദാനമായിരുന്നു. ശ്വാസമെടുപ്പ് വേഗത്തിലായതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറച്ചു വരുന്നതും കണ്ട് അവൻ അലറി വിളിച്ചു. പുറത്ത് ഭിത്തിയിൽ ചാരിയവൻ പൊട്ടിക്കരഞ്ഞു നിന്നു. മനു അവൻ്റെ അരികിലേക്ക് പോകുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല. കാരണം കുറച്ചുനേരം അത്രയ്ക്ക് മാനസിക സംഘർഷം തങ്ങൾ അനുഭവിച്ചിരുന്നു അവനു വേണ്ടി. ICUവിന് പുറത്ത് എല്ലാവരും നിൽപ്പുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും ഡോക്ടർ ഇറങ്ങി വന്നു. ശ്രീറാമിനെ നോക്കി അദ്ദേഹം പറഞ്ഞു, സോറി, ഹീസ് നോ മോർ. സാരംഗി ഏതോ ഗുഹയിലെന്ന പോലെ ആ വാക്കുകൾ കേട്ടു. തച്ചു അപ്പോഴും മറ്റൊരു ലോകത്തായിരുന്നു. മനസ്സ് വേറെ എവിടേക്കോ എന്ന പോലെ ചന്ദ്രമോഹൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയറിലേക്കിരുന്നു. അച്ചു പകച്ചു നിന്നു. ചടങ്ങുകളെല്ലാം ചെയ്തത് അച്ചുവായിരുന്നു. വിശ്വനാഥൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു മൂത്ത മകൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ചു എല്ലാം ചെയ്യണമെന്ന്. ഇതുവരെ തന്നോട് ആരും മിണ്ടാത്തത് അച്ചുവിനെ ഒരുപാട് വേദനിപ്പിച്ചു. സത്യങ്ങൾ അറിയാതെ അവൻ്റെ മനസ്സ് ഉഴറിക്കൊണ്ടിരുന്നു. കത്തുന്ന ചിതയിലേക്ക് നോക്കി നിൽക്കുന്ന അച്ചുവിൻ്റെ ചുമലിൽ ഒരു കരസ്പർശം കൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി. മനു, അവൻ ചിലമ്പിച്ച സ്വരത്തിൽ വിളിച്ചതും മനു അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. മോനെ, എന്താണ് ഇവിടെ നടന്നത്? ഏട്ടനൊന്നും അറിയില്ല. ഞാൻ കാരണമാണോ ഇതൊക്കെ? ഒന്ന് പറയടാ. ഏട്ടൻ ചങ്ക് പൊട്ടി ചത്തുപോകും. ഹൃദയം നുറങ്ങി പറയുന്നവനെ മനു ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരിടത്ത് പോയിരുന്നു. വിവാഹം മുടങ്ങിയതും വിശ്വനാഥൻ വീണതും എല്ലാം അവൻ അച്ചുവിനോട് പറഞ്ഞു. അച്ചു പകച്ചുകൊണ്ട് അവനെ നോക്കി. മനു ഫോണെടുത്ത് ആ വീഡിയോ അവന് കാണിച്ചു കൊടുത്തു. സർവവും തകർന്ന് നോക്കി നിൽക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. ഞാനൊന്നും അറിഞ്ഞില്ല. ഇതൊന്നും സത്യമല്ല. ഞാൻ അതുപോലെയൊന്നും. മുഖമമർത്തി അവൻ കുനിഞ്ഞിരുന്നു. ചതിയാണേട്ടാ, കൊടും ചതി. ഏട്ടനെ പെടുത്തിയതാ ഈ വിവാഹം മുടക്കാനും ഏട്ടത്തിയെ ഏട്ടനിൽ നിന്നും അകറ്റാനും. പക്ഷെ ഇനി ഒരിക്കലും ഏട്ടത്തി ഏട്ടൻ്റെ പഴയ അമ്മു ആകില്ല ഏട്ടാ. വെറും ശില പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ ഏട്ടൻ? ഏതു നേരവും പൊട്ടിത്തെറിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണിപ്പോൾ ആ മനസ്സ്. ഏട്ടൻ തള്ളിപ്പറഞ്ഞപ്പോൾ ചങ്കു പറഞ്ഞു പോയ വേദനയോടെ ഇറങ്ങിപ്പോയത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ. സ്നേഹിക്കുന്ന പുരുഷനെ അങ്ങനെയൊക്കെ കണ്ടാൽ ഏത് പെണ്ണും റിയാക്ട് ചെയ്യുന്നത് തന്നെയാണ് ഏട്ടത്തി ചെയ്തുള്ളൂ. അവിടെ വരുന്നത് വരെ, ഏട്ടനെ കാണുന്നത് വരെ ഏട്ടത്തിയുടെ ആത്മവിശ്വാസം ഞാൻ കണ്ടതാണ്.
ഇന്നൊരു ദിവസം കൊണ്ട് ആ പാവം അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് ഏട്ടന് മനസ്സിലാവില്ല. ഇനിയും സമയമുണ്ട്. ഇപ്പോൾ ആ പാവത്തിന് ആവശ്യം ചായാനൊരു തോളും സങ്കടം ഇറക്കി വെക്കാൻ ഒരു കൂട്ടുമാണ്. അച്ചു സർവവും നഷ്ടപ്പെട്ടവനെ പോലെ തകർന്നിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും അച്ചുവിൻ്റെ അമ്മുവായി അവൾ മാറില്ലെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞില്ല. ഓർമ്മകളിൽ നിന്നുണർന്നവൾ ഒഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്ന മനുവിനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു. വീണ്ടും എല്ലാം ചെകഞ്ഞെടുത്തു ഏട്ടത്തി. അങ്ങനെ മറക്കാനാവില്ലല്ലോ ഒന്നും. ആ നശിച്ച ദിവസവും. അവളുടെ മുഖം വിളർന്നത് അവൻ നോക്കി നിന്നു. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരും വരെ തച്ചു ഇങ്ങനെയല്ലായിരുന്നല്ലോ. പിന്നെന്താ പറ്റിയത് ഏട്ടത്തി? തച്ചുവിന് എന്താ പറ്റിയത്? സാരംഗി കണ്ണ് തുടച്ച് അവനെ നോക്കി. അഭയുടെ വിവാഹം കാരണം. സാരംഗി അതും പറഞ്ഞ് ദൂരേക്ക് നോക്കി നിന്നു. സാരംഗി പറഞ്ഞതും മനു ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അവൻ്റെ വിവാഹമോ? എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പ് വെച്ച് ശ്രുതിയെ തന്നെ അവൻ താലികെട്ടി. എല്ലാം തകർന്നവളെപ്പോലെ അവിടുന്ന് തിരികെ വന്നവൾ എതിരെ വന്ന വാന് കണ്ടില്ല. ചോരയിൽ കുളിച്ചു കിടന്ന അവളെ ആശുപത്രിയിൽ ആരൊക്കെയോ ചേർന്നെത്തിച്ചു. പിന്നീട് ഉറക്കമെണ്ണീറ്റ് അവൾക്ക് 17 വയസ്സ് വരെയുള്ള ഓർമ്മയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവൾ ഇങ്ങനെയാണ്. സാരംഗി പറഞ്ഞതും മനു നെറ്റി ഒഴുങ്ങി നിന്നു. അപ്പോൾ ശ്രീറാം പിന്നെ വന്നില്ലേ ഏട്ടത്തി? വന്നു. അവൾ നീ ഈ അവസ്ഥയിൽ എഴുന്നേറ്റിരിക്കുന്നത് തന്നെ അവൻ കാരണമാണ്. നല്ലൊരു സുഹൃത്തായി എപ്പോഴും അവൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അവളുടെ ഫോൺ റിങ് ചെയ്തു. മനു അതിലേക്ക് നോക്കി. കോളിംഗ് ശ്രീ. സാരംഗി പുഞ്ചിരിയോടെ കോൾ എടുക്കുന്നതും സംസാരിക്കുന്നതും മനു അതിശയത്തോടെ നോക്കി നിന്നു. അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരാന്തൽ നിറഞ്ഞു. ശരിക്കും ഏട്ടത്തി ഇനി ഏട്ടനെ മറന്നോ? അതിനൊരിക്കലും ഏട്ടത്തിക്ക് കഴിയില്ല. ഓരോന്ന് ആലോചിച്ച് അവൻ നിന്നപ്പോഴേക്കും അവൾ കോള് കട്ടാക്കി വന്നിരുന്നു. അവൻ്റെ എന്തോ ആലോചിച്ചുള്ള നിൽപ്പ് കണ്ട് അവൾ അവൻ്റെ ചുമലിൽ കുലുക്കി. മനു ഞെട്ടി അവളെ നോക്കി. എന്താടാ നീ ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ ഓരോന്ന് ആലോചിച്ച് നിന്നുപോയി. ഏട്ടത്തി, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ചോദിക്കുക. അമ്മൂച്ചി ശരിക്കും ഏട്ടനെ മറന്നോ? അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറിയിരുന്നു. അവൻ്റെ അമ്മൂവച്ചി എന്ന വിളി അവളിൽ ഒരു അലസോരമുണ്ടാക്കി. നിനക്കെന്ത് തോന്നുന്നു? അവളുടെ ചോദ്യത്തിന് അവൻ അറിയില്ലെന്ന് പറഞ്ഞ് തലയാട്ടി. ഈ ജന്മത്തിലെന്നല്ല, ഇനിയുള്ള 7 ജന്മത്തിലും അച്ചുവല്ലാതെ അമ്മുവിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനില്ല. മറ്റൊരാളെ സ്നേഹിക്കാനും എനിക്ക് കഴിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നഷ്ടങ്ങളെന്നും എനിക്ക് മാത്രമായിരുന്നു. എന്നെ ഇങ്ങനെ ആക്കി തീർത്തതിന് പകരം വെട്ടാതെ ഞാൻ മടങ്ങിപ്പോവില്ല മനു. അതും പറഞ്ഞ് കാറ്റുപോലെ ഇറങ്ങിപ്പോകുന്നവളെ മനസ്സിലാകാതെ മനു നോക്കി നിന്നു. ചുവരിനപ്പുറം ഇതെല്ലാം കേട്ട് നിന്നവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. എങ്കിലും പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പ് അവൻ്റെ മനസ്സിൽ തളർത്തിരുന്നു. മനു മുറിയിലേക്ക് ചെല്ലുമ്പോൾ കുളിച്ചിറങ്ങി വരുന്ന അല്ലുവിനെ കണ്ട് അവൻ തറഞ്ഞു നിന്നു. അമ്മുവിൻ്റെ ഒരു ടോപ്പും പലാസയുമായിരുന്നു അവളുടെ വേഷം. മുടി മെടഞ്ഞ് പിന്നിയിട്ടുകൊണ്ട് അവൾ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് അവളെ നോക്കി നിൽക്കുന്ന മനുവിനെ കണ്ട് അവൾ തിരിഞ്ഞു നോക്കി. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് കയറി കിടന്നു. ആദ്യമായിട്ടാണ് മനുവിനെ മുണ്ടെടുത്ത് അല്ലു കാണുന്നത്. അവളുടെ എവിടെ കിടക്കുമെന്ന് ചുറ്റിലും നോക്കി. അവൾ നിന്നു പരിങ്ങുന്നത് കണ്ട് മനു അവളെ കൈകുത്തി കിടന്നുകൊണ്ട് നോക്കി. എന്താ കിടക്കുന്നില്ലേ? മനു ചോദിച്ചതും അവൾ നിന്നു പരിങ്ങി. അത് ഞാൻ കിടക്കാൻ. അവൻ എഴുന്നേറ്റ് ബെഡിൽ ചാരിയിരുന്നു. ബെഡിൽ കിടന്നോ? സോഫയിലും തറയിലും കിടന്ന് ക്ലേശയാവണ്ട. എന്തായാലും ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഔദ്യോഗികമായൊരു താലികെട്ടും റിസപ്ഷനും സൺഡേ നടത്തും. തനിക്ക് എന്നെ വിശ്വസിക്കാം. ഹേമന്തിൻ്റെ ജീവിതത്തിൽ അലംകൃതയല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല. അതല്ല, തനിക്ക് ഈ ബന്ധം അംഗീകരിക്കാനാവില്ലെങ്കിൽ തനിക്ക് സ്വതന്ത്രയാവാം. ഏതായാലും തൻ്റെ ഇഷ്ടം. മനു അതും പറഞ്ഞ് ബെഡിലേക്ക് കയറി കടന്നു. അല്ലു എന്തു പറയണമെന്നറിയാതെ തരിച്ചു നിന്നു. അവളുടെ കൈകൾ താലിയിൽ മുറുക്കി പിടിച്ചു. ഒരു നെടുവീർപ്പോടെ അവൾ ബെഡിൻ്റെ ഒരറ്റത്തായി കയറിക്കിടന്നു. അവൾ കിടന്നു കഴിഞ്ഞതും മനുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. നിന്നെ അങ്ങനെ വിട്ടുകളയാനല്ല ഞാൻ കൂടെ കൂട്ടിയത്. ഇനി ഞാനല്ലാതെ നിന്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനും ഉണ്ടാവില്ല. മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് മനു കണ്ണുകൾ അടച്ചു. ഉറക്കം വരാതെ കഴിഞ്ഞ കാലത്തെ കൈപ്പേറിയ ഓർമ്മകളും പേറി ബെഡിൽ മലർന്ന് കിടക്കുകയായിരുന്നു അച്ചു. കുറച്ചു മുന്നേ പ്രിയപ്പെട്ടവളുടെ നാവിൽ നിന്ന് മുതിർന്ന വാക്കുകൾ അവൻ്റെ ഉള്ളിൽ ആളിക്കത്തിക്കൊണ്ടിരുന്ന അഗ്നിയെ ഒരുവിധം ശമിപ്പിച്ചിരുന്നു. അമ്മുവിനോടൊപ്പമുള്ള സുന്ദര നിമിഷങ്ങൾ ഓരോന്നും ഓർക്കവേ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ഇല്ല അമ്മു, കാലം എത്ര കഴിഞ്ഞാലും നിന്നോടുള്ള എൻ്റെ പ്രണയം ഭ്രാന്തമാണ്. അതൊരിക്കലും മാറില്ല. നമ്മളെ അകറ്റിയവരെ തകർക്കാനുള്ള എല്ലാ വഴികളും ഞാൻ തെളിച്ചു വെച്ചിട്ടുണ്ട്.
നീ വീണ്ടും എൻ്റെ അരികിലെത്തിത്തെറിഞ്ഞ് കാല് കുത്തിയിട്ടുണ്ടവൾ. ഇനി അവളെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ അമ്മുവിനെ എന്നിൽ നിന്ന് അകറ്റി. വിശ്വച്ചനെ ചങ്കുപൊട്ടി കൊലയ്ക്ക് കൊടുത്തു. തച്ചുവിൻ്റെ ജീവിതം തല്ലി തകർത്തു. ഈ അവസ്ഥയിലെത്തിച്ചു. ഒരു കുടുംബത്തിൻ്റെ അടിവേരിളക്കി. നീ തിരിച്ചു വാ ലയ. നിനക്കുള്ള അന്ത്യകുദാശ ഞാനിവിടെ ഒരുക്കുന്നുണ്ട്. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. മറ്റൊരു നാട്ടിൽ തച്ചുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൻ. ഓരോന്നും പറഞ്ഞ് അവൻ ആ ഫോട്ടോയിൽ തഴുകുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട് പെണ്ണെ. നിന്നെ കാണാതെ ഇപ്പോൾ എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിനക്കറിയോ അത്? മോളുടെ ശ്രീയേട്ടൻ നാളെ അവിടെ മോൾ ഉറക്കമെണ്ണിക്കുമ്പോൾ അവിടെ ഉണ്ടാവും. നിനക്ക് ഓർമ്മ കിട്ടിയാൽ നീ എന്നെ മറക്കുമോ പെണ്ണെ? അതോ നീ വീണ്ടും അഭിയുടെ ഓർമ്മകളിൽ ജീവിക്കുമോ? ഇല്ല, അഭി ഒരിക്കലും ഇന്നത്തെ ജീവിതത്തിൽ മടങ്ങി വരില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ ഇന്ന് ശ്രുതിയുണ്ട്. നീ അവൻ്റെ ഭൂതകാലമാണെങ്കിൽ ശ്രുതി അവൻ്റെ വർത്തമാനകാലമാണ്. അവളുടെ ഫോട്ടോയിൽ വിരലോടിച്ചുകൊണ്ട് ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് അവൻ ബെഡിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ അച്ചു ബാൽക്കണിയിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത്. അവൻ സംശയത്തോടെ അങ്ങോട്ട് നോക്കി. കാറിൽ നിന്നും ഇറങ്ങിയ ചെറുപ്പക്കാരനെ കണ്ട് അവൻ ശ്രദ്ധിച്ചു നോക്കി. നല്ല മുഖപരിചയം തോന്നുന്നുണ്ടായിരുന്നു അവന്. പുറകിൽ നിന്നും കുറെ ഷോപ്പിംഗ് കവറുകളുമായി അവൻ കയറി വന്നു. അച്ചു വേഗം വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നു. താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് അവൻ മുന്നിലെ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു. അമ്മുവിനെ ആ ചെറുപ്പക്കാരൻ പുണർന്നു നിൽക്കുന്നു. അവൾ തിരിച്ചും. അമ്മുവിൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് അച്ചുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ്റെ പിന്നിൽ നിന്ന് മനുവിന് അച്ചുവിനെ കണ്ട് ചിരി. ചീയേട്ടാ എന്നും വിളിച്ച് തച്ചു ഓടി വന്നു. അവൻ്റെ നെഞ്ചിലമർന്നു. സ്ത്രീക്ക് അവളെ കണ്ടപ്പോൾ വാരിയെടുക്കാൻ തോന്നി. അവൻ്റെ മുഖത്തെ തിളക്കം കണ്ട് മനുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവൻ അവളോടുള്ള വാത്സല്യം കണ്ട് മനു ചിരിച്ചു. അച്ചു പിന്നെയും സ്ത്രീയെ തുറിച്ചു നോക്കി നിന്നു. ഏട്ടാ, അത് ശ്രീറാമാണ്, അഭിയുടെ ഏട്ടൻ. മനു പറഞ്ഞതും അച്ചു ഞെട്ടി അവനെ നോക്കി. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചാണ് അവനെ താൻ കാണുന്നത്. അന്ന് തൻ്റെ സ്ഥാനത്ത് നിന്ന് ഹോസ്പിറ്റലിൽ എല്ലാത്തിനും ഓടി നടന്നത് അവനായിരുന്നുവെന്ന് അച്ചു ഓർത്തു നിന്നു. സർപ്രൈസ് ആയിപ്പോയല്ലോ ശ്രീ. നീ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞില്ലല്ലോ ഇന്ന് വരുമെന്ന്. അമ്മു ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി പറഞ്ഞു. ശ്രീ അവളുടെ കവളൊന്ന് കുത്തി. അച്ചു മുഷ്ടി ചുരുട്ടി ദേഷ്യം പിടിച്ചു നിന്നു. മനു ഇന്നിവിടെ വല്ലതുമൊക്കെ നടക്കുമെന്ന ഭാവത്തിൽ അച്ചുവിനെ നോക്കി. സോറിഡി, എനിക്കെന്തോ നിങ്ങളെ കാണാൻ തോന്നി, അതാ ഓടി വന്നേ. അപ്പോഴേക്കും മല്ലികയും ചന്ദ്രനും കൂടി അങ്ങോട്ടേക്ക് വന്നു. അവൻ രണ്ടുപേരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. അവർ ചിരിയോടെ അവനോട് ഓരോന്ന് ചോദിക്കുന്നത് കണ്ട് അച്ചു ചവിട്ടിത്തുള്ളി മുകളിലേക്ക് കയറിപ്പോയി. മനു മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ എന്ന് ആലോചിച്ചു നിന്നു.